ഹലോ ഡിയേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഇന്ന് രാവിലെ തന്നെ എത്തി. അപ്പം ആൾ വന്നു. അപ്പോൾ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ലൈഫിലുണ്ടായൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ രണ്ടും ഞങ്ങളുടേതായ രീതിയിൽ ബിസി ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കൊച്ചു വർത്താനം പറയും. പിന്നെ അത് കഴിഞ്ഞ് ആളെ ഫോണിലായിരിക്കും, ഞാൻ എൻ്റെ ഫോണിലായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടേതായൊരു മീ ടൈമിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ വളരെ ചുരുക്കമായിരിക്കും സംസാരം. അഥവാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താ എന്ന് വിചാരിച്ചിട്ടൊരു ന്യൂട്രൽ പോയിന്റിൽ നമ്മളെത്തില്ലേ, അങ്ങനെ ഒരു പോയിന്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ടൈമിനാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബുക്ക് വായിക്കാനിടയായി. ദ ബുക്ക് യു വിഷ് യുവർ പാരൻസ് ഹാഡ് റീഡ്. ഈവൻ അതൊരു പാരൻറ്റിങ് ബുക്കാണെങ്കിൽ കൂടി നമ്മളെ ടോട്ടൽ ഈവൻ നമ്മുടെ ലൈഫിൽ തന്നെ ടോട്ടൽ എല്ലാ ടൈപ്പ് ഓഫ് റിലേഷനെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, നമ്മളെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളതായിരിക്കോട്ടെ, എല്ലാത്തിലുള്ളൊരു ക്ലാരിറ്റി കിട്ടുകയെന്ന് പറയില്ലേ. അപ്പോൾ ഞാനിത് വായിച്ച് തുടങ്ങി ഒരു 1-2 ചാപ്റ്റർ എത്തിയപ്പം തന്നെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഞാനിത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുന്നേ കുറച്ച് വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പൊതുവെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആൾ ബിസി ആകുമ്പം ബുക്കെടുത്ത് വായിക്കാൻ ടൈമില്ലാണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓഡിയോ കേൾക്കാറാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഏതാണ്ട് ഒരു 3 ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി വിഷയങ്ങളുണ്ടാവും. അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, അതായത് ഒരേ സെയിം ബുക്ക് തന്നെ 2 പേര് വായിക്കുമ്പോൾ 2 രീതിയിൽ അത് അങ്ങനെ ഉണ്ടാവുമല്ലോ, മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആഫ്റ്റർ എ ലോങ് ടൈം പിന്നെ കുറച്ച് വാഷ് ചെയ്ത തുണിയൊക്കെ പിന്നെന്താ പറയുക, ഡ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് പോയി, ഞങ്ങൾ 2 പേരും പോയി അത് ഒരുമിച്ച് ആറിയിട്ടുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. മോൻ്റെ കാര്യമായാലും ഞങ്ങൾക്ക് പാരൻറ്റിങ്ങിൽ വന്ന അബദ്ധങ്ങളുണ്ടാവില്ലേ, നമ്മുടെ മിസ്റ്റേക്കുകൾ, അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഇനീഷ്യേറ്റീവായിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചും, എന്തൊക്കെ ടോട്ടലി നമ്മളെ ഒരു ഫാമിലി ആസ് എ ടീം ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളുടെ രീതി ചെയ്യാമെന്നതിനെ കുറിച്ചും അങ്ങനെ തുടങ്ങി പല കുഞ്ഞു സന്തോഷങ്ങളും ഫ്യൂച്ചർ പ്ലാനുകളായിക്കോട്ടെ. സോ ഹാപ്പിയായിരുന്നു. എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ഇന്ന്. കാരണം ആഫ്റ്റർ എ ലോങ് ടൈം ഇങ്ങനൊരു മൊമെൻ്റ് ഉണ്ടായിട്ട്, നമ്മൾ ഒരുമിച്ച് ഇല്ല എന്നല്ല പറയുന്നത്, ഒരുമിച്ച്